സംസ്ഥാന സാരഥി PTP സാജിദ സാഹിബ, ഈ പരിപാടിയുടെ ബഹുമാനിയായ ഉദ്ഘാടക PV റഹ്മാബി ടീച്ചർ, മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്സിലെ എൻ്റെ പ്രിയ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൻ അൻസൽനാഹാ വഫറളനാഹാ വഅൻസൽനാ ഫീഹാ ആയാതിൻ ബയ്യിനാതിൻ ലഅല്ലകും തദക്കറൂൻ. സദഖല്ലാഹുൽ അലിയ്യുൽ അളീം. സൂറത്തുൻ നൂറിലെ ഒന്നാമത്തെ ആയത്താണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഈ സൂറത്തിനെ കുറിച്ച് വിശേഷിപ്പിക്കുന്നത് നാം ഇറക്കുകയും നിയമമാക്കുകയും ചെയ്ത ഒരു അധ്യായമാണിത്. നാം ഇതിൽ സ്പഷ്ടമായ മാർഗദർശനങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ ഉത്ബുദ്ധരായെങ്കിലോ എന്നാണ്. ലിബറിടങ്ങളെക്കുറിച്ചും സാംസ്കാരിക പുരോഗമന ഇടങ്ങളെന്ന് നമ്മൾ ഉദ്ഘോഷിക്കുന്ന ഇടങ്ങളിൽ നിന്നും ഉയരുന്ന ചില വർത്തമാനങ്ങളെ കുറിച്ചുകൂടി നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുവാൻ വേണ്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗം കേരള ഇത്രമേൽ സ്ത്രീവിരുദ്ധമോ ലിബറൽ സാംസ്കാരിക ഇടങ്ങൾ എന്ന തലക്കെട്ടിൽ ഇവിടെ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഒരു മനുഷ്യന് ജീവിക്കണമെങ്കിൽ മനുഷ്യൻ സൃഷ്ടിക്കുന്ന, മനുഷ്യൻ നിർമ്മിക്കുന്ന നിയമങ്ങളാണോ ജീവിതത്തെ അടുക്കും ചിട്ടയുമുള്ള ഒന്നായിട്ട് വ്യവസ്ഥപ്പെടുത്തുവാൻ സാധിക്കുക? അതല്ല. ഒരു മനുഷ്യന്റെ അവന്റെ ഇമോഷനെ കുറിച്ച്, അവന്റെ ഫിസിക്കലി, അവന്റെ അനാറ്റമിക്കലി, ശാരീരികവും മാനസികവുമായ അവന്റെ എല്ലാ തലങ്ങളെയും കുറിച്ച് കൃത്യവും സൂക്ഷ്മവുമായിട്ടും അറിയുന്ന സൃഷ്ടാവിനാണോ ഇത് വ്യവസ്ഥപ്പെടുത്തുവാൻ സാധിക്കുക എന്നതാണ് ക്വസ്റ്റ്യൻ. തീർച്ചയായും റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന നിയമങ്ങളെയും അതിന്റെ നിർദ്ദേശങ്ങളെയും നേരത്തെ ഇവിടെ കൃത്യമായിട്ട് സൂചിപ്പിച്ചതുപോലെ ആൺപെൺ ബൈനറികളെ കുറിച്ചും അതിരുകളെ കുറിച്ചും അതിരടയാളങ്ങളെ കുറിച്ചും ഹദ് ഹുദൂദുകളെ കുറിച്ചും കൃത്യമായിട്ട് പറയുന്ന ഇസ്ലാമിന് എങ്ങനെയാണ് ഒരു മനോഹരമായ ഒരു സമൂഹം സൃഷ്ടിക്കപ്പെടുക എന്നതിനെ കുറിച്ചും, അത് വ്യക്തിതലത്തിലാവട്ടെ, കുടുംബത്തിലാവട്ടെ, സമൂഹത്തിലാവട്ടെ, അവൻ പണിയെടുക്കുന്ന തൊഴിലിടങ്ങളിലാവട്ടെ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാവട്ടെ, എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച് കൃത്യമായ നയവും നിലപാടുകളുമുണ്ട്. ഈ നയത്തെക്കുറിച്ചും നിലപാടുകളെ കുറിച്ചും പറയുമ്പോൾ ആളുകൾ ഇതിനെ ഇന്നും ഈ 2024 പരിഹസിച്ചു കൊണ്ടേയിരിക്കുക 6-ാം നൂറ്റാണ്ടിൽ എഴുന്നേറ്റ് വന്നവരെന്നാണ്. ഒരു പെണ്ണിനെ ചാക്കിനുള്ളിൽ പൊതിഞ്ഞു കിടക്കുന്നവർ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആണിന്റെ പുരുഷാധിപത്യത്തിന്റെ എല്ലാവിധ മേൽക്കോയ്മകളെയും ഒരു പൊട്ടക്കിണറ്റിലെ തവളയെന്ന പോലെ അതിജീവിക്കുകയും അല്ലെങ്കിൽ അത് സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന പെണ്ണ് എന്നാണ് മുസ്ലിം സ്ത്രീയെ കുറിച്ച് സാധാരണ കണക്കിന് ഇന്ന് നമ്മൾ പറയുന്ന പുരോഗമന ലിബറൽ ഇടങ്ങളിൽ നിന്നുള്ള ആളുകൾ സംസാരിക്കാറ്. അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകളുടെ പുരോഗമനത്തിന് വേണ്ടിയും അവളുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയും ധാരാളം നിയമങ്ങൾ ഇന്ന് ചുട്ടെടുക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. കുറച്ചു കാലങ്ങൾക്ക് മുമ്പാണ് നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പെൺകുട്ടികളുടെ യൂണിഫോമുകളെ കുറിച്ച് സംസാരിച്ചത്. വിദ്യാഭ്യാസ മേഖലയിലെ ഉയർന്ന തസ്തികയിലിരിക്കുന്ന ഒരാളാണ് പറഞ്ഞത്, ഹെട്രോനോർമറ്റിവിറ്റിയിൽ നിന്നും പെൺകുട്ടികളെ രക്ഷപ്പെടുത്തണം, അവിടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കണം. അതുകൊണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള ബൈനറികൾ, അതിരുകൾ ഇല്ലാതാക്കണം. അങ്ങനെ അവരെന്ത് ചെയ്യട്ടെ, സ്വതന്ത്രമായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും അവർ ആൺകുട്ടികളുമായിട്ട് ഇടപഴകട്ടെ, അങ്ങനെ അവർക്ക് കോൺഫിഡൻസ് ഉണ്ടാവട്ടെ എന്നതായിരുന്നു അവരുടെ വർത്തമാനത്തിന്റെ പ്രധാന തലകെട്ട്. അഥവാ നിങ്ങൾ ശീലിച്ചു വരുന്ന ആൺപെൺ ബൈനറികളിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടണം എന്നതാണ് നമ്മളുടെ കുട്ടികളോട് ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇടതുപക്ഷത്തിന്റെ വിദ്യാർത്ഥി കൂട്ടം ഉയർത്തുന്ന ഫ്ലക്സ് ബോർഡുകളെ കുറിച്ചും പറയേണ്ടി വരുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഫ്ലക്സ് ബോർഡുകളിൽ SFA പോലെയുള്ള പുരോഗമന രാഷ്ട്രീയ വിദ്യാർത്ഥി കൂട്ടം ഇന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ഫ്ലക്സ് ബോർഡുകളിൽ അവർ കൃത്യമായിട്ട് എഴുതി വെക്കുന്നു, നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് തുറിച്ചു നിൽക്കുന്നത്? ഒരാണും പെണ്ണും സെക്സിൽ ഏർപ്പെടുന്നത് ചിത്രത്തിൽ വരച്ചു വെച്ചുകൊണ്ട് അവർ ക്യാമ്പസിലെ വിദ്യാർത്ഥികളോടും തുടർന്ന് നമ്മളോടും ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് തുറിച്ചു നോക്കുന്നത്? ഇങ്ങനെയൊക്കെയാണ് നിങ്ങളും ഉണ്ടായത്.
അഥവാ എന്താണ് പരസ്യമായിട്ട് നടക്കേണ്ടതെന്നും എന്താണ് നിങ്ങളെ രഹസ്യമാക്കി വെക്കേണ്ടത് എന്നതുമുള്ള കൃത്യമായ ഒരു സംസ്കാരത്തെ കീറി മുറിച്ചുകൊണ്ടുള്ള അവതരണമാണ്. അങ്ങനെയാണ് ചുംബന സമരം നടക്കുന്നത് അല്ലേ? ഞങ്ങൾ എന്തും ചെയ്യും, നിങ്ങൾ ഇങ്ങോട്ട് നോക്കേണ്ടതില്ല. ഞങ്ങളുടെ ഇടത്തിൽ നിന്നും, പൊതുവിടത്തിലായിരുന്നാലും ശരി, ഞങ്ങളുടെ കിടപ്പറയിരുന്നാലും ശരി, ഞങ്ങൾ പലതും ചെയ്യുന്നതിന് നിങ്ങൾ എന്തിനാണ് തുറിച്ചു നോക്കുന്നത്? ഞങ്ങൾക്കല്ല പ്രശ്നം, നിങ്ങൾക്കാണ് എന്ന് പറയുന്ന പൊതു ലിബറൽ ഇടങ്ങളിൽ നിന്നാണ് ഇന്ന് നമ്മൾ ഹേമ കമ്മിറ്റിയിലേക്കുള്ള ചർച്ചകൾ നീളുന്നത് എന്നതാണ് നമ്മൾ വിരോധാഭാസമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ടല്ലേ, പുതുതലമുറ ആരുടെ വസ്ത്രമാണ് അനുകരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവർ കാണുന്ന സോഷ്യൽ മീഡിയകളിലെ അല്ലെ, പിന്നെ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ആവാം, അല്ലെങ്കിൽ സിനിമകളിൽ അവർ ആരാധനാ മനോഭാവത്തോടുകൂടി കൊണ്ടു നടക്കുന്ന നടീനടന്മാരുടെ വേഷം, അവരുടെ നടത്തം, അവരുടെ ഇരുത്തം, അവരുടെ ആറ്റിറ്റ്യൂഡിനെ, അവരുടെ സംസാര രീതിയെ ആകെ മൊത്തം കടമെടുത്ത ഒരു തലമുറയിലേക്കാണ് ഇന്ന് വിലാപങ്ങളുമായിട്ട് ഒരു പറ്റം സ്ത്രീകൾ വരുന്നത്. നിങ്ങളൊന്നൊന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ ആൺകുട്ടിയുടെ വസ്ത്രം പെൺകുട്ടികൾ ധരിക്കട്ടെ, അവരോടൊപ്പം ഓടട്ടെ, ചാടട്ടെ, അവർക്ക് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് ലഭിക്കുക ഇത്തരം വസ്ത്രധാരണ രീതികളാണ് എന്ന് പറഞ്ഞ അതേ ഇടത്ത് നിന്നുമാണ് നമ്മൾ സിനിമകളിലൂടെയും കണ്ടുവന്നത്. ഒരു സമയത്ത് ഒരു പ്രമുഖമായ ഒരു സിനിമ ഇറങ്ങിയ സമയത്ത് ക്യാമ്പസിൽ കുട്ടികളടക്കം എല്ലാവരും എന്ത് ചെയ്തു, പ്രത്യേകിച്ച് ബോയ്സ് കറുപ്പ് ഷർട്ട് ഇട്ടിട്ടാണ് ഒരു സമയത്ത് ആളുകളൊക്കെ ഇറങ്ങിയത്. ഓണാഘോഷം പൊടിപിടിക്കുന്നു, ആഘോഷങ്ങളിലും കറുപ്പ് ഷർട്ടായിരുന്നു ഹൈജാക്ക്. അപ്പോൾ ആളുകൾ ചോദിച്ചു എന്തിനാണിത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, കണ്ടില്ലേ, സിനിമകളാണ് ഞങ്ങളെ സ്വാധീനിച്ചത്. പുതിയൊരു ആവേശം എന്ന ഒരു സിനിമ ഇറങ്ങിയ സമയത്ത് ആളുകൾ ഡിസ്കസ് ചെയ്തു, മദ്യത്തെ ഇത്രമാത്രം നോർമലൈസ് ചെയ്ത് കുട്ടികളിലേക്ക് അവതരിപ്പിച്ചാൽ നമ്മുടെ കുട്ടികൾ എങ്ങനെയാണ് മദ്യത്തിനോട് ഒരു അകലം പാലിക്കുക എന്ന് ചോദിച്ചെടുത്തു നിന്നും ക്യാമ്പസുകാരോട് ചോദിച്ചു കൊണ്ടേയിരുന്നു, വൈകിട്ടെന്താ പരിപാടി അല്ലെ? വൈകിട്ടെന്താ പരിപാടി എന്ന് ചോദിച്ചാൽ അതിനൊരേ ഒരു അർത്ഥം മാത്രമേ ഉള്ളൂന്ന് സർവ്വസാധാരണ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിച്ചു എന്നതാണ്. കാരണം ഒരു ഡയലോഗിലൂടെ നീ ഇത്ര പഴഞ്ചനാണോ എന്ന് ഒരു മുസ്ലിം പെൺകുട്ടികളോട് ചോദിച്ചാൽ അവളുടെ ഹിജാബും അവളുടെ നിഖാബും അവളുടെ പർദ്ദയും അവളുടെ വേഷവും അവൾ വിട്ടുനിൽക്കുന്ന എല്ലാ ആഘോഷ പരിപാടികളിലേക്കും നീളുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് പെൺകുട്ടികൾക്ക് മനസ്സിലാക്കപ്പെട്ടു എന്നതാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ ഇന്ന് നോർമലൈസ് ചെയ്യപ്പെട്ട സംസ്കാരങ്ങളിലൂടെയാണ് നമ്മളുടെ പുതുതലമുറ പ്രവേശിച്ചു കൊണ്ടേയിരിക്കുന്നത്. നമ്മളെ തന്നെ പലതും സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നു എന്നർത്ഥം. നമ്മുടെ ആഘോഷങ്ങളെ പലപ്പോഴും അത് സ്വാധീനിക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ വിവാഹാഘോഷ രാത്രി നടക്കുന്ന കലാപരിപാടികൾ ഏതൊന്നിന് മോഡലായിട്ടാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് എന്ന് ചോദിച്ചാൽ തീർത്തും ഉത്തരം കൃത്യമാണ്. ആരിൽ നിന്നും എവിടെ നിന്നാണ് നമ്മൾ ഇതൊക്കെയും മാതൃകയായിട്ട് സ്വീകരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മളുടെ മുമ്പിൽ കൃത്യമായിട്ട് ഉത്തരമുണ്ട്. അത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളിവിടെ സുരക്ഷിതരല്ല എന്ന് പറയുന്ന ഹേമ കമ്മിറ്റി പുറത്തുവിട്ട ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണത്. നിങ്ങൾക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്തായിരുന്നു എന്ന് കൃത്യമായിട്ട് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മുൻ റിട്ടയർഡ് IAS ഓഫീസറായ വത്സലകുമാരി, അതിന്റെ ഹെഡായിട്ടുണ്ടായിരുന്നത് ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായിട്ടുള്ള ഒരു കമ്മിറ്റി. അതിലംഗമായിരുന്നു ശാരദ എന്ന് പറയുന്ന 1950കളിലെ സിനിമാ മേഖലകളിൽ ഉണ്ടായിരുന്ന എല്ലാ ജനറേഷന്റെ കൂടിയും സിനിമയിൽ ജീവിതം നടത്തിയ എല്ലാ പൾസും അറിയുന്ന, സിനിമയുടെ എല്ലാ പൾസും അറിയുന്ന ശാരദ അടക്കമുള്ള ഒരു കമ്മിറ്റിയാണ് ഇന്ന് സ്ത്രീകൾക്കെതിരെയുള്ള സെക്ഷൽ അബ്യൂസ്, അവർക്കെതിരെയുള്ള ഹറാസ്മെന്റുകൾ ധാരാളമായിട്ട് നടന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഇതിനൊരു പരിഹാരം വേണമെന്ന് വിലപിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ പറയുന്നത് അത് ഒരു കണക്കിന് പോസിറ്റീവാണ്. കാരണം ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ആടുന്നതൊന്നുമല്ല ഞങ്ങൾ യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നത് എന്നതാണ് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. നിങ്ങൾക്ക് മുമ്പിൽ പുരോഗമന ഡയലോഗുകൾ പറയുന്നവരൊക്കെയും ഞങ്ങളുടെ വാതിലുകൾ ശക്തമായിട്ട് മുട്ടുമ്പോൾ ഞങ്ങൾ വിറച്ചു പോകുന്നുണ്ട് എന്നതാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ ആരെങ്കിലും ഇതൊന്ന് പറയണമല്ലോ. നമുക്കറിയാം സിനിമാ മേഖല എന്ന് പറയുമ്പോൾ നേരത്തെ ഇവിടെ ബഹുമാനിയായ ഉദ്ഘാടക സൂചിപ്പിച്ചതുപോലെ വലിയൊരു കല, അധിനിവേശത്തെ കുറിച്ച്, സവർണന്റെയും കീഴാളന്റെയും ജീവിതത്തെക്കുറിച്ച്, കൃത്യമായ അധിനിവേശത്തെക്കുറിച്ചൊക്കെ വർത്തമാനം പറയാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ്, ഒരു കലയെയാണ് സ്ത്രീകളുടെ ശരീരത്തെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഇത്രകാലവും കൊണ്ടാടിയത് എന്നതിൻ്റെ പരിണിതി ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ടാണ് ശാരദ ആ കമ്മിറ്റി റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറയുന്നത് 2 കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ടത് മുമ്പത്തെ പോലെയല്ല. മുമ്പത്തെ പോലെ സ്ത്രീകളുടെ വേഷം എന്നത് ഇന്ന് മാറിയിരിക്കുന്നു. കാരണം വെസ്റ്റേൺ കൾച്ചർ ധാരാളമായിട്ട് നമ്മൾ കടമെടുത്തിരിക്കുന്നു.
രണ്ടാമത് അവർ പറഞ്ഞത് ആണും പെണ്ണും തമ്മിലുള്ള മിംഗ്ലിംഗ് ഇന്ന് ധാരാളമായിട്ട് നടക്കുന്നുണ്ട്. മുമ്പത്തെ പോലെയല്ല, അതിരും അടയാളങ്ങളും മറ്റേ മാഞ്ഞൊലിച്ചു പോയിട്ടുണ്ട് എന്ന് പറയുന്നതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആണും പെണ്ണും തമ്മിൽ ഒരുമിച്ചൊരു ബെഞ്ചിലിരുന്നാൽ എന്താ ആകാശം ഇടിഞ്ഞു വീഴുമോ എന്നതാണ് ഫറൂഖ് കോളേജിലെ ഒരു സമയത്ത് ഉയർന്ന വലിയൊരു മുദ്രാവാക്യം. എന്ന് പറഞ്ഞാല് ആണും പെണ്ണും ഒരുമിച്ചിരുന്നാൽ എന്താ പ്രശ്നം? ആണും പെണ്ണും ഒരുമിച്ച് യാത്ര ചെയ്താൽ എന്താ പ്രശ്നം? ആണും പെണ്ണും ഒരുമിച്ച് സഞ്ചരിക്കുകയും ഒരുമിച്ച് യാത്ര പോവുകയും ഒരുമിച്ചിരിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? യഥാർത്ഥത്തിൽ നിങ്ങളുടെ കണ്ണിനാണ് പ്രശ്നം, ഞങ്ങൾക്കല്ല എന്ന് പറഞ്ഞിടത്ത് നിന്നുമാണ് ഇന്ന് കാണുന്നത് രാവിലത്തെ നമ്മൾ കണ്ട നടന്റെ മുഖമല്ല രാത്രിയിൽ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ വാതിൽ പൊളിയുമാറ് ശക്തിയിൽ ഞങ്ങളെ എന്ത് ചെയ്യുന്നു? വിളിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്രമാത്രം ദയനീയമായ ഒരു അവസ്ഥയാണത്. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഞങ്ങൾ അച്ഛനെ പോലെ കണ്ടിരുന്ന പോലെ, ഞങ്ങളൊരു ജ്യേഷ്ഠ സഹോദരനെ പോലെ കണ്ടിരുന്ന. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു വർത്തമാനമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ദത്തെടുത്ത മകനെ കുറിച്ച് പറയുമ്പോൾ കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. നിങ്ങൾ ഒരിക്കലും അവനെ നിങ്ങളുടെ പേരിനോട് ചേർത്ത് വിളിക്കരുത്, അതുപോലെയല്ല അല്ലെ. ദത്തുപുത്രനാണ്, അതുകൊണ്ട് അവന്റെ പിതാവിലേക്ക് വേണം നിങ്ങൾ ചേർത്ത് വിളിക്കാൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് പോലെയല്ല. പുത്രനെയുള്ളൂ, പുത്രനെ പോലെയില്ല. അവിടെയാണ് നമ്മളൊന്ന് ആലോചിക്കേണ്ടത്. എന്താണ് ഇസ്ലാമിന്റെ സംസ്കാരം നമ്മളെ പഠിപ്പിക്കുന്നത്? ഭർത്താവിന്റെ സഹോദരന്റെ കൂടെ അനിയന്റെ കൂടെയാണ് ഞാൻ ബൈക്കിൽ യാത്ര ചെയ്യുന്നതെങ്കിൽ അതിനെന്താ എൻ്റെ അനിയനെ പോലെയല്ലേ? കസിൻ ബ്രദറിനെ പോലെ, അവൻ എൻ്റെ ബ്രദറിനെ പോലെയാണ്. കസിനാണ് പക്ഷെ ബ്രദറിനെ പോലെയാണ്. അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അവൻ എൻ്റെ ആത്മാത്ര സുഹൃത്താണ്, അതെന്റെ ബെസ്റ്റിയാണ്. എൻ്റെ പെൺ സുഹൃത്തിനേക്കാളും അധികം എൻ്റെ ഹൃദയം അറിയുന്നവനെ പോലെയാണവൻ എന്ന് പറയുന്ന പദങ്ങളിലേക്ക് പലതും പോലെ പോലെ എന്ന് കണക്ട് ചെയ്തത് എപ്പോഴാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്, വിശുദ്ധ ഖുർആനിൽ പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. തീർച്ചയായിട്ടും ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും നാം എന്ത് ചെയ്തിട്ടില്ല? ഉള്ളിലും രണ്ട് ഹൃദയങ്ങളെ, കൽബൈനെ, രണ്ട് ഹൃദയത്തെ നാം കൊടുത്തിട്ടില്ല, ഒന്ന് മാത്രമേ ഉള്ളൂ. കാരണം അവിടെ എന്താണ് പ്രവർത്തിക്കുന്നത് എന്നതിനെ കുറിച്ച് സൂക്ഷ്മമായിട്ട് അറിയുന്നവനാണ് റബ്ബ് എന്നത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ആണിനെ കുറിച്ച് പെണ്ണിനെ കുറിച്ച് പറയുമ്പോൾ, അവരുടെ സംസാരത്തെ കുറിച്ചും വേഷവിധാനത്തെ കുറിച്ചും പറയുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ആർക്കാണ് അതിരും പരിധികൾ നിശ്ചയിച്ചതെന്ന് പറയുമ്പോൾ പെണ്ണിന് മാത്രമാണ് അതെന്ന് ഇസ്ലാം ഒരിക്കലും പറയുന്നില്ല, ആണിനും പെണ്ണിനും കൂടിയാണ്. സൂറത്തുൻ നൂറിലെ ആ പദപ്രയോഗം അള്ളാഹുവിന്റെ ആയത്തിനെ വിശദീകരിക്കുന്ന സമയത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല ആദ്യം പറയുന്നത്, അല്ലയോ സത്യവിശ്വാസികളിലെ അയ്യുഹല്ലദീന ആമനു, നീ എന്ത് ചെയ്യുക? യഅഊ മിൻ അബ്സാരിഹിം, നീ നിന്റെ കണ്ണുകളെ താഴ്ത്തുക. ആണിനോടാണ് ആദ്യം പറഞ്ഞത്, പിന്നെയാണ് പെണ്ണിനോട് പറയുന്നത് യഅഊന മിൻ അബ്സാരിഹിന്ന. പക്ഷെ എക്സ്ട്രാ ഒരു ഫിറ്റിംഗ് ഉണ്ടല്ലേ, വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയുമോ? ആണിന്റെയും പെണ്ണിന്റെയും സെക്ഷൽ ഇമോഷൻ വ്യത്യസ്തമാണ് എന്നത് ഇന്ന് ശാസ്ത്രം തന്നെ വളരെ കാലങ്ങൾക്ക് മുമ്പേ തെളിയിച്ച ഒരു വസ്തുതയെ അത് നിങ്ങൾ എത്ര നിരാകരിക്കാൻ ശ്രമിച്ചാലും, അതിൽ നിങ്ങൾ എത്രമാത്രം വെള്ളം ചേർക്കുവാൻ ശ്രമിച്ചാലും അതല്ല യാഥാർത്ഥ്യം എന്നതാണ് ഇസ്ലാം പറയുന്നത്. ആണൊരിക്കലും പെണ്ണിനെ പോലെയല്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ആണ് പെണ്ണിനെ പോലെയല്ല എന്ന് പറഞ്ഞു വെക്കുന്നത് നിങ്ങളുടെ ജീവിത മനോഹരമാകുവാൻ വേണ്ടി തന്നെയാണ്. ജാഹിലിയ കാലഘട്ടത്തിലെ പോലെ നിങ്ങൾ അണിഞ്ഞൊരുങ്ങി നടക്കരുത് എന്ന് ഇസ്ലാം പറയുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ജാഹിലിയ കാലഘട്ടങ്ങളിൽ എങ്ങനെയായിരുന്നു ഒരു പെണ്ണിന് ആ ജനസമൂഹം കൊടുത്തിരുന്ന റെസ്പെക്ട്? എന്ത് റെസ്പെക്റ്റാ കൊടുത്തത്? ഒരാൾക്ക് തന്നെ 10, 11, 12 ആളുകളെ ഒരേ സമയത്ത് ഭാര്യമാരും വെപ്പാട്ടിമാരും ഉണ്ടായിരുന്ന ഒരു സമയത്ത് എനിക്കൊരു പെൺകുട്ടിയാണ് ജനിച്ചതെന്ന് പറഞ്ഞാൽ വല്ല വജൂഹു മുസ്വദ്ദൻ വഹുവ ഖലീം, അത് എന്താ പറയാ, അപമാനഭാരത്താൽ മുഖം കുനിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യന്റെ കുറിച്ചുള്ള കൺസെപ്റ്റ് വിശദീകരിക്കുന്നിടത്താണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ജാഹിലിയ കാലത്തെ പോലെ ആവരുത്, നിങ്ങൾ നിങ്ങളുടെ വസ്ത്രത്തിൽ സൂക്ഷ്മത കാണിക്കണം, സംസാരിക്കുമ്പോൾ വഖുൽന ഖൗലൻ മഅറൂഫ. എന്താ മഅറൂഫ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? നിങ്ങൾ വർത്തമാനം പറയേണ്ടതില്ല എന്നതല്ല പറഞ്ഞത്, മഅറൂഫായിരിക്കണം. എന്താണ് അതിന്റെ അറബി പദം എന്ന്, അതിന്റെ അർത്ഥം എന്താ, അതിന്റെ ആഴത്തിലുള്ള അർത്ഥം എന്ന് തീർച്ചയായിട്ടും നമ്മളൊന്ന് പഠിക്കേണ്ടതുണ്ട്. അത് ഉറുഫാണ്, അത് പരിചിതമായ സംസാരമാണ്, കൃത്യതയും വ്യക്തതയുമുള്ള വർത്തമാനമായിരിക്കണം നിങ്ങളിൽ നിന്നുണ്ടാവേണ്ടത്. കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കരുത്. അത് ഞാൻ കരുതുന്ന ഒരു പെണ്ണിന് കൊടുക്കുന്ന റെസ്പെക്റ്റിന്റെ ഭാഗമാണത്.
നിങ്ങളിങ്ങനെ അഴകുഴമ്പൻ വർത്തമാനം പറയരുത്. നേർക്ക് നേരെ കൃത്യതയും വ്യക്തതയുമുള്ള കാഴ്ചപ്പാടുള്ള നിലപാടുള്ള വൃത്തിയുള്ള വർത്തമാനം നിങ്ങൾ പറയുക എന്ന് ഇസ്ലാം പറഞ്ഞാൽ അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൂടി റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഹൃദയത്തിൽ രോഗമുള്ള മനുഷ്യന്റെ രോഗം അത് കൂട്ടുവാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ടാണ് അത് നിങ്ങളെക്കുറിച്ച് പറഞ്ഞത് എന്നും റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു. ഇങ്ങനെ കൃത്യമായിട്ട് ഒരു മനുഷ്യന്റെ പ്രൈവസിയെ കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ടേക്ക് നോക്കുന്നത്, ഇങ്ങനെയാണ് നിങ്ങളും ഉണ്ടായത് എന്ന ഫ്ലക്സുകൾ വെച്ച് അതാണ് പുരോഗമനം എന്ന് പറയുന്ന, വരൂ നമുക്ക് വേലികൾ പൊളിക്കാം, മതിലുകൾ തകർക്കാം എന്നതാണ് ഇന്ന് ലിബറൽ ക്യാമ്പസുകളുടെ മുദ്രാവാക്യം. ലിബറൽ ഇടങ്ങളിലെ മുദ്രാവാക്യം എന്താണ്? നമുക്കറിയാം, ഈ കുറച്ചു കാലങ്ങൾക്ക് മുമ്പാണ് തലസ്ഥാന നഗരിയിലെ ഒരു ബസ് സ്റ്റാൻഡ് പൊളിച്ചത്. എന്തുകൊണ്ടാണ് പൊളിച്ചത്? ആണും പെണ്ണും ഒരുപോലെ ഇരുന്ന് ആളുകൾക്ക് നോക്കുമ്പോൾ തന്നെ ഒരു ഇറിറ്റേഷൻ അനുഭവപ്പെടുന്ന രീതിയിൽ ആളുകൾ പ്രതികരിച്ചു തുടങ്ങുമ്പോൾ അതിനെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞത്, നിങ്ങൾ എന്താണ് സദാചാര പോലീസിംഗ് ആണോ എന്നതാണ് ചോദിച്ചത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ ഇന്ന് ആണിനെ കുറിച്ചോ പെണ്ണിനെ കുറിച്ചോ അതിരുകളെ കുറിച്ചോ സംസാരിക്കുന്ന സമയത്ത് ആളുകൾ ചില വർത്തമാനങ്ങൾ കൊണ്ട് ചില പദപ്രയോഗങ്ങൾ കൊണ്ട് നമ്മളെ അടിച്ചിരുത്തും. അതിൽ ഒന്നാണെന്ത്? സദാചാര പോലീസിംഗ് ആണോ? നിങ്ങൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് എന്ന പുതിയ പുതിയ പദപ്രയോഗങ്ങളിലൂടെയാണ് ഇന്ന് പലപ്പോഴും സംസ്കാരത്തെക്കുറിച്ചും അതിരുകളെക്കുറിച്ചും സംസാരിക്കുന്ന ആളുകളെ അടിച്ചമർത്തുക എന്നതാണ്. നിങ്ങൾക്കറിയാം അല്ലേ, നമ്മളിന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാറുമറക്കുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മര്യാദക്ക് വസ്ത്രം ധരിക്കൂ എന്നതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയും വസ്ത്രധാരണം ധരിക്കുക, നന്നായി വസ്ത്രം ധരിക്കുക എന്നത് എൻ്റെ അഭിമാനത്തിന്റെ കൂടി കാര്യമാണെന്നൊരു പെണ്ണ് തീരുമാനിക്കുകയാണെങ്കിൽ അതിന് പഴഞ്ചനെന്ന് വിളിക്കാൻ തുടങ്ങിയത് എപ്പോൾ മുതലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഹേമ കമ്മിറ്റി അംഗമായ വത്സരകുമാർ, റിട്ടയർഡ് IAS ഓഫീസർ, അവർ പറയുന്നുണ്ട്, സാധാരണ പുരുഷ സംവിധായകരാണ് വസ്ത്രം നിശ്ചയിക്കുന്നത് എങ്കിൽ അവർ ആ കഥാപാത്രവുമായിട്ട് ഒരു പുലബന്ധവുമില്ലാത്ത വസ്ത്രമാണ് സ്ത്രീകൾക്ക് നിശ്ചയിച്ചു കൊടുക്കാറ്. ആ സിനിമയുമായിട്ട് ഒരു തരത്തിലും ഫിറ്റാവാത്ത ഡാൻസ്, കാബറ നൃത്തത്തിന് അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യും. ആരുടെ ആവശ്യമാണിതെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് പുരുഷന്മാരായ കുറച്ചാളുകളെ ഇക്കിളിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഈ വ്യവസായം നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിന് ആരെ ഞങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുന്നുവെന്നത് പുരുഷന്റെ കൃത്യമായിട്ട് നിലപാടിന്റെ ഭാഗമാണ്. പക്ഷേ അത് സമ്മതിക്കുകയും അതിനനുസരിച്ച് കോലം കെട്ടുകയും ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ മാതൃകയായിട്ട് സ്വീകരിക്കുന്നത് എന്നതാണ് ഏറ്റവും സങ്കടകരമായ അവസ്ഥ. അവിടെ നിന്നാണ് ഇന്ന് പറയുന്നത്, ഞങ്ങളുടെ കഥയുമായിട്ട് ഞാൻ കുറെ കാലം നടന്നു, പക്ഷേ എന്നോട് ചില ചോദ്യമുണ്ട്, അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുമോ? അല്ലെ, അതിന് തന്നെ എല്ലാം മനസ്സിലാക്കണം എന്നാണ്. ചില അഡ്ജസ്റ്റ്മെന്റിന് നിങ്ങൾ തയ്യാറാണോ എന്ന് ചോദിച്ചാൽ അതെന്താണ് അർത്ഥമാക്കുന്നത് എന്ന് മനസ്സിലാക്കണം എന്നതാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വർത്തമാനം. അപ്പോൾ കൺസെന്റിനെ കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചു, ഇവിടെ ആരോ സൂചിപ്പിച്ചു കൺസെന്റിനെ കുറിച്ച്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. വിവാഹപ്രായം, പെൺകുട്ടികളെ വിവാഹപ്രായം ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന സമയത്ത് ആളുകൾ പറഞ്ഞൊരു കാര്യമുണ്ട്, 21 ആക്കണം. കാരണം പെൺകുട്ടികളുടെ വിവാഹപ്രായം 21 ആക്കണം. കാരണം എന്താ? അവളുടെ പഠനം, തൊഴിൽ എന്നത് എന്താണ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് 21 വയസ്സിലേക്ക് ആക്കണം എന്നതായിരുന്നു ചർച്ച. എന്നാൽ ഇന്ത്യൻ വിവാഹ നിയമത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന നമ്മൾ കൺസെന്റിനെ കുറിച്ചൊന്ന് കൂടി ചർച്ച ചെയ്യണം. കൺസെന്റ് എന്ന് പറയുന്നത് 21 വയസ്സിന് മുമ്പേ ഒരാണിനും പെണ്ണിനും ഒരുമിച്ച് ലൈംഗികതയിൽ ഏർപ്പെടുവാൻ, സെക്സിൽ ഏർപ്പെടുവാൻ താല്പര്യമുണ്ടെങ്കിൽ സമ്മതം മാത്രം മതിയാവും എന്നതാണ് വിഷയം. സമ്മതം മതി. ഓക്കെയാണോ? ഓക്കെ. ഇന്ന് ഇവിടെ ഉയർന്നു വരുന്ന പല കേസുകളിലും പലരും വാദിക്കുന്ന ചില പദപ്രയോഗങ്ങളുണ്ട്. അവർ ഒരു സമയത്ത് കൺസെന്റോട് കൂടിയാണ് സെക്സിൽ ഏർപ്പെട്ടത്, പക്ഷെ പിന്നീട് എന്ത് ചെയ്യുന്നു? പെണ്ണ് വിളിച്ചു പറയുന്നു എന്നെ പീഡിപ്പിച്ചു എന്ന്. അപ്പോൾ എന്താണ് കൺസെന്റ്? നമ്മുടെ നിയമത്തിൽ തന്നെ ആളുകൾ വാദിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ്, കൺസെന്റോട് കൂടി സെക്സിൽ ഏർപ്പെടുവാൻ വേണ്ടി പെർമിഷൻ കൊടുക്കണം, പക്ഷേ വിവാഹം എന്തു മതി? 21 വയസ്സിൽ മതി. അപ്പൊ വ്യഭിചാരത്തിന് നിങ്ങൾ എന്ത് ചെയ്യണം? സപ്പോർട്ട് കൊടുക്കണം. അത് 21 വയസ്സിന് മുമ്പേ ആവാം. വിവാഹത്തിനെ കുറിച്ചും അതിന്റെ വലിയെക്കുറിച്ചും പിതാവ് തൻ്റെ മകളെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി വേറൊരു മനുഷ്യനെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിനെ നിങ്ങളുടെ അടിമയാണല്ലേ പെണ്ണെന്ന് ചോദിക്കുന്ന അതേ കൂട്ടർ തന്നെ നമുക്ക് കുറച്ചു കാലം ഒന്ന് നോക്കിയാൽ, ഒരു 2-3 മാസക്കാലം, എന്നിട്ട് കെമിസ്ട്രി ഒക്കുകയാണെങ്കിൽ മുന്നോട്ട് പോവാം എന്ന് പറഞ്ഞ് 3-4 മാസത്തിലേക്കോ 5-6 മാസത്തിലേക്കോ ജീവിതം തുടങ്ങുന്നതിനെ നമ്മൾ മനോഹരമായ പേരിട്ട് വിളിക്കുന്നു ലിവിങ് ടുഗദർ എന്ന്.
അപ്പോൾ കൺസെന്റിനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. കൺസെന്റിനെ കുറിച്ച് ഇന്ന് US നടക്കുന്ന ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. കൺസെന്റിനെ കുറിച്ച് അവിടെ ഇപ്പോൾ പോസിറ്റീവ് കൺസെന്റിനെ കുറിച്ച് എന്നാണ് അത്ര ചർച്ച. എന്താണ് പോസിറ്റീവ് കൺസെന്റ്? നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കുറെ കാലം കഴിഞ്ഞ് അവൾ എൻ്റെ അടുത്ത് വന്ന് പറയരുത്, ഇന്ന സമയത്ത് 2001 ഇന്ന സമയത്ത് 6 മണിക്ക് ഇന്ന ഹോട്ടലിൽ വെച്ച് ജോർജിൽ വെച്ച് എന്നെ പീഡിപ്പിച്ചു, ഞാൻ റേപ്പിന് ഇരയായി എന്നൊരു പെണ്ണും വന്ന് പറയരുത് എന്നതുകൊണ്ട് കൺസെന്റിനെ കുറിച്ച് US കുറച്ച് പോസിറ്റീവ് കൺസെന്റിനെ കുറിച്ചിട്ടുള്ള പഠനം. എന്താണ് പോസിറ്റീവ് കൺസെന്റ്? നിങ്ങൾ എങ്ങനെയാണ് കൺസെന്റിൽ ഏർപ്പെടേണ്ടത് അതിനെക്കുറിച്ച് പറയുന്നത് ഇന്ന് US ചില ക്യാമ്പസുകളിൽ കൺസെന്റ് കിറ്റ് വിതരണം ചെയ്യുന്നതാണ്. എന്താണ് കിറ്റിലുള്ളതെന്ന് ചോദിച്ചാൽ ഒരു പെന്നുണ്ട്, കൺസെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഡോക്യുമെന്ററി പേപ്പർ ഉണ്ട്, അതിന്റെ കൂടെ ഒരു മിന്റ് ഉണ്ട്, അത്ര സെക്സിൽ ഏർപ്പെടുന്നുണ്ട്, പിന്നെ ഒരു കോണ്ടം ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ കൺസെന്റിന്റെ ഈ കിറ്റ് പിടിച്ചുകൊണ്ട് 2 പേർ ഫോട്ടോ എടുക്കുകയും വേണം, ആ കൺസെന്റിൽ കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്യണം. എന്താണ് ഇതിന്റെ പേര്? കൺസെന്റോടുകൂടി പിന്നീട് ഒരിക്കൽ വാദി പ്രതിയോ പ്രതിവാദിയോ ആകാതിരിക്കുവാൻ വേണ്ടി ഞങ്ങൾ എടുക്കുന്ന ഒരു ഫോട്ടോ പോസിന്റെ പേരെന്താണ്? കൺസെന്റോടുകൂടിയാണ് ഞങ്ങൾ ഇത് ചെയ്തത് എന്നതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. വിവാഹത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ കൃത്യമായിട്ട് പറയുന്നത് ഇത് നിങ്ങളുടെ ബലിഷ്ഠമായ കരാർ എന്നാണ്. നിങ്ങൾക്കൊരു മനുഷ്യന്റെ മേലുള്ള ബലിഷ്ഠമായ കരാറിന്റെ വേറൊരു പതിപ്പിലേക്കാണ് കൺസെന്റ് എന്നത് മാറ്റുന്നതെങ്കിൽ എന്താണ് നിങ്ങൾ അർത്ഥമാക്കുന്ന വിവാഹം എന്നത് യഥാർത്ഥത്തിൽ ചിന്തിച്ചു നോക്കേണ്ടതുണ്ട്. നമുക്കറിയാമല്ലേ എങ്ങനെയാണ് മുസ്ലിം സ്ത്രീയുടെ വേഷവിധാനത്തെക്കുറിച്ച് സാംസ്കാരിക പുരോഗമന ലോകം ഇക്കാലം അത്രയും ചർച്ച ചെയ്തത് എന്നതിന് ഒരു തെളിവുണ്ട്. മരണമെത്തുന്ന നേരത്ത് നീ എൻ്റെ അരികിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എഴുതിയ പാട്ട് എഴുതിയ അല്ലേ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല, മനസ്സിലാവുമെങ്കിൽ ആളുകൾക്ക് തിരിയും എന്ന് പറയുന്ന ഇന്ന് സിനിമാ ലോകത്തെ ഏറ്റവും പ്രശസ്തനായ ഒരു മനുഷ്യൻ, അദ്ദേഹം എഴുതിയ പർദ്ദയെക്കുറിച്ച് എഴുതിയ കുറച്ച് വരികളുണ്ട്. അതിപ്രകാരമാണ്: തല മൂടിയിട്ടുണ്ട്, മുഖം കാണാനില്ല, കയ്യില്ല, കാലില്ല, വലക്കണ്ണികൾക്കുള്ളിൽ കണ്ണുകളുണ്ട്, പക്ഷെ കാണാനുള്ളതല്ല, അല്ല മൃതദേഹമല്ലിത് മതദേഹം. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ കവിത. പവിത്രൻ ദീകുനിയുടെ പർദ്ദ എന്ന കവിത വേറെ ഉണ്ട്, നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ആഫ്രിക്കൻ മരുഭൂമിയാണിത്, ഖനിക്കുള്ളിൽ കുടുങ്ങിപ്പോയ സ്വപ്നങ്ങൾ തടവറയിലായ എന്നതൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ വിലാപം. എന്ന് പറഞ്ഞാൽ സ്ഫോടനം സംഭവിക്കുന്നുണ്ട്, പക്ഷെ പാവം ഖനിക്കുള്ളിലാണ്, സ്വപ്നങ്ങൾ തകർന്നിട്ടുണ്ട്, ആഗ്രഹങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട് എന്നതൊക്കെയാണ് അദ്ദേഹത്തിന്റെ കവിത. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇദ്ദേഹം ഈ കവിത എഴുതുന്ന സമയത്ത് റഫീഖ് അഹമ്മദ് അദ്ദേഹത്തിന്റെ കവിത എഴുതുന്ന സമയത്ത് കാണാനുള്ളതല്ല മൃതദേഹമല്ലത മതദേഹം എന്ന് പറയുമ്പോഴും അദ്ദേഹം ഒരു പെണ്ണിന്റെ, ഒരു മുസ്ലിം പെണ്ണിന്റെ ആത്മാഭിമാനത്തിനെ ഏൽപ്പിക്കുന്ന അടി എത്രമാത്രം ഉണ്ടെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. പക്ഷെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് ഇദ്ദേഹം ഏതിനു വേണ്ടിയിട്ടാണോ പേന എഴുതിക്കൊണ്ടേയിരിക്കുന്നത് ആ ഫീൽഡിലുള്ള പെൺകുട്ടികളെയും സ്ത്രീകളെയും അവിടെയുള്ള ആളുകൾ മൃതദേഹം പോലുമായിട്ട്, മൃതദേഹത്തിനോട് സാധാരണ നമ്മൾ റെസ്പെക്ട് കാണിക്കാറുണ്ട്, മൃതദേഹം പോലുമായിട്ടുമല്ല കാണുന്നത്, ഒരു ശരീരം മാത്രമായിട്ട് അല്ലെ, മജ്ജയോ മാംസമോ വികാരമോ ഒന്നുമില്ലാത്ത, അഭിമാനമില്ലാത്ത, പലപ്പോഴും ട്രാപ്പ് ചെയ്യപ്പെടുന്ന, വാഗ്ദാനങ്ങൾ കൊണ്ട് വഞ്ചിക്കുന്ന, വാതിലുകൾ മുട്ടിപ്പൊളിക്കുവാൻ വേണ്ടി മാത്രം അല്ലെ ഉപയോഗിക്കുന്ന, ഭീഷണിപ്പെടുത്തുന്ന, അതല്ല എങ്കിൽ വസ്ത്രം മാറ്റുന്ന ഇടങ്ങളിൽ ക്യാമറ വെച്ചുകൊണ്ട് ഒരു ശരീരം മാത്രമാക്കി കാണുന്ന ഒരു ലോകത്തെക്കുറിച്ച് അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത്? അപ്പോൾ ഇസ്ലാമിനെ കുറിച്ച് എന്നും അല്ലെ, ഇസ്ലാമിന്റെ അതിരടയാളങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുക എന്നതാണ് തീർച്ചയായിട്ടും ഈ സമയത്ത് നമ്മളിൽ നിക്ഷിപ്തമായ ഒരു കടമയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നേരത്തെ ഇവിടെ ഖുർആൻ പാരായണം ചെയ്തതിൽ വളരെ വ്യക്തമാക്കിയിട്ട് പറഞ്ഞു അപവാദത്തിനെ കുറിച്ചാണ്. അതുകൊണ്ട് പറഞ്ഞോണ്ട് നിർത്താണ്. അപവാദത്തെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ ന്യൂസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുമ്പോൾ, ഇത് വായിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു തരം എന്താണ് വേരിയേഷൻസിനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അപവാദത്തെ കുറിച്ച് പറയുന്ന സമയത്ത് 80 അടിയടിക്കണം എന്ന് പറഞ്ഞതിനെ പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത് മദ്യപാനത്തിനോ മോഷണത്തിനോ ഒന്നുമില്ലാത്ത രൂക്ഷമായ കഠിനമായ ശിക്ഷ എന്തിനാണ് വ്യഭിചാര ആരോപണത്തിന് വെച്ചതെന്ന് ചോദിച്ചാൽ, ഇത് നിങ്ങൾ എന്ത് ചെയ്യരുത്, വ്യാപകമായിട്ട് വേറൊരു മനുഷ്യന്റെ മേൽ നിങ്ങൾ ആരോപിക്കരുത്. ആണോ പെണ്ണോ, പെണ്ണോ ആണോ,
യർമൂനുൽ മുഹ്സനാത്തി എന്ന് പറഞ്ഞിട്ടുള്ള ആയത്തിനെ പരിശോധിക്കുകയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളതങ്ങനെ എന്ത് ചെയ്യരുത്, വളരെ സില്ലിയായിട്ടുള്ള കാര്യമായിട്ട് എടുക്കരുത്. അങ്ങനെ ചെയ്താൽ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള പ്രവണതകൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ എന്ന പ്രവണത വ്യാപിക്കും എന്നതിനെ കുറിച്ച് കൂടിയാണ് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത്, ഇത് വ്യാപകമാകുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ടാണ് ആ ആയത്തിന്റെ അവസാനത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത് വതഹസബൂനഹു ഹയ്യനൻ വഹുവ ഇൻദല്ലാഹി അളീം. നിങ്ങൾക്കത് നിസ്സാരമായിരിക്കും, പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ അത് വളരെ കടുത്ത പാപമാകുന്നു, ഗൗരവപ്പെട്ട വിഷയമാകുന്നു എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പോൾ ഒരു പെണ്ണും ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും നിങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ മുതിർന്ന ആളുകൾ അല്ലെങ്കിൽ വീട്ടിലെ സന്തത സഹചാരികളായ സ്ത്രീ പുരുഷന്മാര് വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് എപ്പോൾ പ്രവേശിക്കണം? വിശുദ്ധ ഖുർആനിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ളുഹുറിന് ശേഷം നിങ്ങൾ വസ്ത്രം അഴിച്ചു വെച്ചതിന് ശേഷം പറ്റൂല, ഖബ്ല സുബ്ഹി, സുബ്ഹിന് മുമ്പ് പറ്റൂല, ബഅദൽ ഇശാഇന് ശേഷം. ആ ആയത്തുകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാം, നിങ്ങൾ വിശ്രമത്തിലിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ റൂമിലേക്ക് നിങ്ങളുടെ കൊച്ചുമക്കളാണെങ്കിൽ പോലും പെർമിഷൻ കൂടാതെ അകത്തേക്ക് കടക്കരുത്. നിങ്ങൾ 6 വയസ്സായാൽ നിങ്ങളുടെ മക്കളെ മാറ്റിക്കിടത്തണം എന്നൊക്കെ പറഞ്ഞാല് രഹസ്യമായിട്ടും ഒരു മനുഷ്യന്റെ രഹസ്യ സ്വഭാവത്തിൽ കൊണ്ടു നടക്കേണ്ടുന്ന അവന്റെ പ്രൈവസിക്ക് കൊടുക്കേണ്ടുന്ന റെസ്പെക്റ്റിനെ കുറിച്ച് കൂടിയാണ് ഇസ്ലാം വളരെ മനോഹരമായിട്ട് പറയുന്നത്. നേരത്തെ അപവാദത്തിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ കിടപ്പറയിലേക്ക് പ്രവേശിക്കണം. അതുകൊണ്ടാണല്ലോ നിങ്ങളൊരു മനുഷ്യന്റെ വീട്ടകങ്ങളിലേക്ക് പ്രവേശിക്കുന്നുണ്ടെങ്കിൽ 3 പ്രാവശ്യം നിങ്ങൾ സലാം പറയണം. നമുക്ക് പ്രാക്ടീസ് ഇല്ലാത്ത ഒരു കാര്യം കൂടി വിശുദ്ധ ഖുർആനിൽ അവിടെ പറയുന്നുണ്ട്. നിങ്ങളോട് തിരിച്ചു പോകുവാനാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ നിങ്ങൾ വേറൊന്നും പറയരുത്, എന്നോടിപ്പോ തിരിച്ചു പോവാൻ പറയരുത്. തിരിച്ചു പോകാൻ പറഞ്ഞാൽ തിരിച്ചു പോകുക എന്നതുകൂടി കൃത്യമായിട്ട് പറയുന്നുണ്ട്. 3 പ്രാവശ്യം സലാം പറഞ്ഞ് മടക്കിയാൽ മാത്രമേ നിങ്ങൾ കയറി വന്നുകൊള്ളൂ എന്ന പെർമിഷൻ ഇനിസൂന്ന പറയുന്ന പെർമിഷൻ കിട്ടിയാൽ മാത്രമേ നിങ്ങൾ അങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ അതിരുകളെയും പരിധികളെയും കുറിച്ച്, നിങ്ങളുടെ പ്രൈവസികളെ കുറിച്ച്, നിങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന റെസ്പെക്റ്റിനെ കുറിച്ച്, ഒരു മനുഷ്യന്റെ അന്തസ്സിനും അഭിമാനത്തെയും കുറിച്ച് വിശദീകരിക്കുന്നിടത്താണ് ഇത്തരത്തിലുള്ള ഹദ്ദിനെയും ഹുദൂദിനെയും കുറിച്ചും വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്നർത്ഥം. അപ്പോൾ ജീവിതം എന്ന് പറഞ്ഞാൽ അത് വളരെ മനോഹരമായിട്ട് നിങ്ങൾക്ക് അടുക്കും ചിട്ടയോടും കൂടി വ്യവസ്ഥപ്പെടുത്തണമെങ്കിൽ ഹിജാബ് എന്ന് പറയുന്നത് ഉപ്പാന്റെയും ഇക്കാക്കാന്റെയും ഭർത്താവിന്റെയും മുമ്പിലിടുന്ന തട്ടത്തിന്റെ പേരാണെന്ന് നമ്മൾ ആരെങ്കിലും ധരിച്ചു വെച്ചിട്ടുണ്ടോ? ഇല്ല. ഹിജാബ് എന്ന് പറഞ്ഞാൽ എനിക്ക് പൊതുസമൂഹത്തിൽ ഇറങ്ങുമ്പോൾ ഞാൻ സ്വീകരിക്കേണ്ടുന്ന വസ്ത്രത്തിന്റെ പേരാണ് അത്. അതെനിക്ക് കോൺഫിഡൻസ് നൽകുന്നു, അതെനിക്ക് സേഫ്റ്റി നൽകുന്നു, അതെനിക്ക് ആത്മവിശ്വാസം നൽകുന്നു എന്ന് പറഞ്ഞാൽ അത് ഉള്ളിലിടുന്ന വസ്ത്രത്തിന്റെ പേരല്ല, മറിച്ച് എനിക്ക് വിവാഹബന്ധം ഹലാലാക്കപ്പെട്ട ആളുകളുടെ മുമ്പിൽ ഇറങ്ങുമ്പോൾ ഞാൻ ധരിക്കുന്ന വസ്ത്രത്തിന്റെ പേരാണ്. ഇങ്ങനെ ലിബറൽ ഉണ്ടാക്കപ്പെടുന്ന ചുട്ടടക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിയമങ്ങളെ കുറിച്ച്, കൺസെന്റിനെ കുറിച്ച്, ലിവിങ് ടുഗദറിനെ കുറിച്ച്, ജീവിതത്തിൽ അവർ സ്വീകരിക്കുന്ന നിലപാടുകളെ കുറിച്ച്. ഇനിയോ 2017 അതിജീവിത എന്ന് പറയുന്ന പെണ്ണ് അല്ലെ, ഒരു സിനിമാ പ്രവർത്തക, അവർക്ക് നേരെ നടത്തിയ ദാരുണമായ ഒരു പ്രശ്നമാണല്ലോ ഇത്തരത്തിലുള്ള ഹേമ കമ്മിറ്റിയിലേക്ക് വഴി തുറന്നു വിട്ടത്. 2017 കഴിഞ്ഞു, ഇപ്പോൾ 2024 എന്താണ് അവർക്കെതിരെ കൊടുത്ത ശിക്ഷ എന്ന് ചോദിച്ചാൽ, അവർക്കതിന് എന്ത് ന്യായമാണ്, എന്ത് നീതിയാണ് അവർക്ക് ലഭിച്ചത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഭരണകൂടവും ഇന്ന് പ്രതിക്കൂട്ടിലാണ്. ആരാണ് പൂച്ചക്കാര് മണികെട്ടും എന്നതാണ് ചോദ്യം. ഇവിടെ അധികാരമുള്ള പവർ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്ന ആരെങ്കിലും ഒച്ച വെച്ചാൽ നിങ്ങളെന്നെ ഈ ഫീൽഡിലേക്ക് വേണ്ട എന്ന് പറഞ്ഞ് അരികിവൽക്കരിച്ച് കളയുന്ന ഒരു ഇടത്തിൽ നിന്നുമുള്ള വർത്തമാനങ്ങൾക്ക്, അവിടെ നിന്നുയരുന്ന പ്രതിഷേധങ്ങൾക്ക് ആരാണ് നീതിപൂർവമായി ഒരു വിധി കൽപ്പിക്കുക എന്നിടത്താണ് ക്വസ്റ്റ്യൻ. തീർച്ചയായിട്ടും മനോഹരമായ ജീവിതത്തെക്കുറിച്ച് ഭരണകൂടം ചുട്ടെടുക്കുന്ന നിയമങ്ങളിൽ പോലും ഇതിന് കാരണമാകുന്ന പലതുമുണ്ട്. ഭാവി തലമുറയെ ബാധിക്കുന്നുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ, തൊഴിലിടങ്ങളെ, കുടുംബങ്ങളെ, നമ്മുടെ വ്യക്തികളെയും അത് ബാധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അർഹമായ ശിക്ഷ നൽകുക എന്നതും ഇത്തരം വലിയ കലകളെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുക എന്നതും തീർച്ചയായിട്ടും നമ്മളാൽ സാധ്യമാവണം എന്നും പറഞ്ഞുകൊണ്ട് അവസാനമായിട്ട് എല്ലാം നമ്മളെ സൃഷ്ടിച്ച റബ്ബ് നമുക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ തീർച്ചയായും പരലോകത്തിലെ സ്വർഗത്തിന് വേണ്ടി മാത്രമല്ല, ഈ ഇഹലോകത്തിനെ ഏറ്റവും മനോഹരമായി ജീവിച്ച
തീർക്കുവാനുള്ളത് കൂടിയാണ്. അതല്ല എങ്കിൽ കുറച്ചു കാലം കഴിഞ്ഞ് നമ്മൾ പറയും എനിക്ക് മൂഡ് സ്വിങ്സ് ആണെന്ന് പറയും. ചിലപ്പോഴും നമ്മൾ പറയും ഞാൻ കുറച്ചു കാലമായിട്ട് ഡിപ്രഷനിലായിരുന്നു എന്ന് പറയും, അല്ലേ? കുറച്ചു കാലമായിട്ട് ഞാൻ ഒറ്റക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അതിജീവിക്കണം, എവിടെയും എനിക്കൊരു സമാധാനമില്ല എന്ന് പറയുന്നിടത്തിലേക്ക്, മാനസികവും ശാരീരികവുമായിട്ട് നിങ്ങൾ തളരുന്ന ഇടത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കാതിരിക്കുക എന്നതാണ് ഒരു മനുഷ്യന് നൽകുന്ന കൽപ്പനകളുടെ മനോഹരമായ ആ കൃത്യപ്പെടുത്തൽ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ കാണണമെന്നും തീർച്ചയായിട്ടും റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ നിങ്ങൾക്കിതിലൊക്കെയും ഉത്ബോധനങ്ങളുണ്ട് ചിന്തിക്കുന്നവർക്ക് എന്ന് പറഞ്ഞിട്ടാണ് ആ ആയത്ത് റബ്ബ് തുടങ്ങിയതും ആ ആയത്തിനെ അവസാനിപ്പിച്ചതും. തീർച്ചയായിട്ടും മനോഹരമായ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ലിബറൽ കാലങ്ങളിൽ നിന്നും ചുട്ടെടുക്കുന്ന വിദഗ്ധമായി നമ്മളിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്ന പലതിനെയും കീറിമുറിച്ച് പരിശോധിക്കാൻ നമുക്ക് സാധ്യമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.